വയനാട്ടിലേക്ക് വീണ്ടും ഒന്ന് പോകേണ്ടി വരുന്നു. മുണ്ടക്കൈയിലേക്കുള്ള ബെയിലി പാലം അടച്ചു. ബെയിലി പാലത്തിന്റെ സംരക്ഷണ കവചത്തിന് വിള്ളൽ കണ്ടു. മുണ്ടക്കൈയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. വയനാട് ചൂരൽമലയിൽ നിർമ്മിച്ച ബെയിലി പാലത്തിന് താഴെയുള്ള ഗാബിയോൺ ഭിത്തിയുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞു താഴ്ന്നു. കോൺക്രീറ്റ് ചെയ്ത ഭിത്തികളിൽ പലയിടങ്ങളിലായി പൊട്ടലുണ്ട്. PWDയും ഊരാളുങ്കലും ചേർന്നാണ് ഭിത്തിയും വോളും നിർമ്മിച്ചത്. റോബിൻ മാത്യു മറ്റത്തിൽ ഒരിക്കൽ കൂടി ചേരുന്നു. റോബിൻ, മഴ നിൽക്കുന്നത് ബെയിലി പാലത്തിന് അടിയിലാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. ഒന്ന്, ഗാബിയോൺ വാൾ. ഈ ഗാബിയോൺ വാൾ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തൊരു വല പോലെ നിർമ്മിക്കുന്നതാണ്, ഇരുമ്പ് വല പോലെ നിർമ്മിക്കുന്ന സംവിധാനമാണ് ഗാബിയോൺ വാള്. ആ ഗാബിയോൺ വാള് ഊരാളുങ്കലാണ് നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു റിട്ടൈൻ വാളും നിർമ്മിക്കുകയുണ്ടായി. പക്ഷേ ഈ റിട്ടൈൻ വാള് നമ്മൾ വളരെ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ മെയ് അവസാനം നല്ല മഴ പെയ്തപ്പോൾ തന്നെ ഈ കോൺക്രീറ്റ് ഭിത്തിയിൽ ഒരു വിള്ളൽ വീണിരുന്നു. നമ്മൾ ഇപ്പോൾ മഴ ശക്തമായ സാഹചര്യത്തിൽ ഇതിന്റെ പല ഭാഗങ്ങളും പൊട്ടി അടർന്നു മാറിയിരിക്കുകയാണ്. ഈ ഗാബിയോൺ ഭിത്തിയുടെ ഭാഗങ്ങൾ പോലും ഇടിഞ്ഞു താഴുന്ന സാഹചര്യവുമുണ്ട്. ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് 40 ലക്ഷം രൂപ PWD ഏറ്റെടുത്ത വർക്കാണ്, അവർ തന്നെ കോൺട്രാക്ട് കൊടുത്തതാണ്. അതിൽ പല ഭാഗങ്ങളിലും പൊട്ടിയിട്ടുണ്ട്. ഇനിയും മഴ ശക്തമാവുകയാണ് എങ്കിൽ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പലപ്പോഴും ഇടിഞ്ഞ് പുഴയിലേക്ക് തന്നെ വീഴാനുള്ള ഒരു വലിയ സാധ്യത കൂടിയുണ്ട്.